പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ കേന്ദ്ര നിലപാടിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കുമെന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരായ അവിശ്വാസ പ്രമേയവും ഇന്ന് ചർച്ചയ്ക്ക് വന്നേക്കും. രാഷ്ട്രപതിയുടെ പ്രാതൽ വിരുന്ന് തൃണമൂൽ എംപിമാർ ബഹിഷ്കരിക്കും. ശരത്ലാൽ വിവരങ്ങളുമായിട്ട് ഡൽഹിയിൽ നിന്ന് നമുക്കിപ്പം തത്സമയമുണ്ട്. ശരത്ത്, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഈ വിഷയത്തിൽ പശ്ചിമേഷ്യൻ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രസ്താവന നടത്താൻ എഴുന്നേറ്റതായിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അദ്ദേഹം എഴുന്നേറ്റ സമയം മുതൽ തന്നെ സഭയിൽ പ്രതിഷേധവും തുടങ്ങിയിരുന്നു, പ്രത്യേകിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെയുടെയൊക്കെ നേതൃത്വത്തിൽ. അതിനുശേഷം ഇവർ വാക്കൗട്ട് നടത്തുന്നത് നമ്മൾ കണ്ടായിരുന്നു. വലിയ പ്രതിഷേധമായിരുന്നു ഇന്നലെ സഭയിലുണ്ടായത്. പിന്നീട് JP നദ്ദ ഈ പ്രതിപക്ഷത്തിൻ്റെ നിലപാടിലൊക്കെയും അവർ ഇപ്പോഴത്തെ ഈ പ്രതിപക്ഷത്തിൻ്റെ ഈ വിഷയങ്ങളിലെ, അതായത് ഈ സഭയിലേക്കുള്ള ഒരു നിലപാട് അത് ഒന്നിനും ചേർന്നതല്ല എന്നുള്ള രീതിയിലുള്ള കടുത്ത വിമർശനങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കേട്ടതുമാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെ നടക്കാനാണ് സാധ്യത, ശരത്ത്? ഗുഡ് മോർണിംഗ് സത്യലക്ഷ്മി. ഇന്നും ഇതേ സാഹചര്യം തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഭരണപക്ഷവും പ്രതിപക്ഷവും 2 വർഷം ഒരുവിധ വിട്ടുവീഴ്ചക്കും തയ്യാറില്ല. പശ്ചിമേഷ്യൻ വിഷയത്തിൽ ഹൃഷ്ടമായ ഒരു ചർച്ചയാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ സോമോട്ടോ ചർച്ച, അതായത് പ്രസ്താവന മാത്രമാണ്, ചർച്ചയില്ലാത്ത ഒരു പ്രസ്താവനയാണ് ഭരണപക്ഷം മുന്നോട്ട് വെച്ച്. അത് ഭരണപക്ഷം ഇന്നലെ രാജ്യസഭയിലും ലോക്സഭയിലും നടത്തുകയും ചെയ്തു. എന്നാൽ ലോക്സഭയിൽ കാര്യങ്ങൾ ശക്തമായി പോവുകയാണെങ്കിൽ പോലും രാജ്യസഭയിൽ സംബന്ധിച്ച് ചോദ്യോത്തര വേള അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുമെന്ന് തന്നെയാണ് ഇന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഇതിലേക്ക് വളരെ പ്രധാനപ്പെട്ടത് ലോക്സഭയിൽ ഇന്ന് ഓം ബിർളയ്ക്കെതിരെയുള്ള അവിശ്വാസം അല്ലെങ്കിൽ ഇംപീച്ച്മെന്റ് മോഷൻ, പ്രതിപക്ഷം നൽകിയ ഇംപീച്ച്മെന്റ് മോഷൻ പരിഗണനക്കെടുക്കുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിഷയം. അങ്ങനെയാണെങ്കിൽ 2 ദിവസം 10 മണിക്കൂറെങ്കിലും ഈ വിഷയത്തിൽ ചർച്ചയുണ്ടാകും. എന്തുകൊണ്ടാണ് സ്പീക്കറെ തങ്ങൾക്ക് അവിശ്വാസം പ്രകടിപ്പിക്കുന്നത് എന്ന് പ്രതിപക്ഷവും സ്പീക്കറിൽ വിശ്വാസം പ്രകടിപ്പിച്ച ഭരണപക്ഷവും തമ്മിലുള്ള ഒരു നേർക്കുനേറുള്ള ഏറ്റുമുട്ടലേക്ക് കാര്യങ്ങൾ ഇന്ന് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനിടയിലാണ് രാഷ്ട്രപതി ബജറ്റ് സമ്മേളനത്തിൽ നടത്തുന്ന എംപിമാർക്കും മന്ത്രിമാർക്കുള്ള പ്രാതൽ വിരുന്ന് ഇന്ന് നടക്കുന്നത്. 8:30 മണി മുതൽ രാഷ്ട്രപതി ഭവനിലെ ബാങ്കറ്റ് ഹാളിലാണ് വിരുന്ന്. മുഴുവൻ എംപിമാർക്കും കേന്ദ്ര മന്ത്രിമാർക്കും ക്ഷണമുണ്ട്. അതിൽ തൃണമൂൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിലാണ് ഏറ്റവും ഒടുവിലുള്ള ഒരു സംശയം. കാരണം തൃണമൂലും മമതാ ബാനർജിയും രാഷ്ട്രപതിയും കഴിഞ്ഞ ദിവസം കാര്യമായ രീതിയിൽ തന്നെ ഏറ്റുമുട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ തൃണമൂൽ എംപിമാരിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് തൃണമൂൽ വൃത്തങ്ങൾ പറയുന്നത്. ഏതായാലും രാഷ്ട്രപതി ഭവനിലെ ഈ പ്രഭാത വിരുന്ന് തൃണമൂൽ വിട്ടുനിൽക്കുന്നത് വീണ്ടും ഒരു വിവാദത്തിലേക്ക് പോകും. ഏതായാലും ഈ വിരുന്നിലൂടെ കാര്യങ്ങൾ ലോക്സഭയിലെയും അല്ലെങ്കിൽ രാജ്യസഭയിലെയും പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള എംപിമാർ തമ്മിലുള്ള ഈ വാക്കേറ്റവും അതുപോലെ അകൽച്ചയും കുറക്കാൻ കഴിയുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും സ്പീക്കർക്കെതിരെയുള്ള അവിശ്വാസ ചർച്ചയിൽ ഏതായാലും ഇരു കൂട്ടരും ഏറ്റുമുട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രാതൽ വിരുന്നോ അതൊന്നും ഈ കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല എന്നാണ് KC വേണുഗോപാൽ ഇന്നലെ പ്രതികരിച്ചത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ലോക്സഭയിൽ ഇന്നും പ്രക്ഷുബ്ധമായ കാര്യങ്ങൾ നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. പ്രതിപക്ഷം ഒരു കാര്യത്തിലും വിട്ടുവീഴ്ചയില്ല. അതുതന്നെയാണ് ശ്രീലക്ഷ്മി നേരത്തെ പറഞ്ഞ പോലെ തന്നെ മല്ലികാർജ്ജുന ഖാർഗെ തന്നെ നേരിട്ട് പ്രക്ഷോഭ രംഗത്ത് ഇന്നലെ ഇറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. ശ്രീലക്ഷ്മി. ഓക്കെ ശരത്ത്, ശരി.